തന്നെ എന്റെ പടം ഇല്ലാണ്ടാക്കുമോ? ഇല്ലെങ്കിൽ വരുന്ന പടങ്ങൾ അത് കുറച്ച് പടങ്ങൾ ഇവനാണ് അപ്പം പറഞ്ഞിട്ടുണ്ടാക്കുന്നില്ല. ഈ തെറിവിളിയും ഈ നെഗറ്റിവിറ്റിയെ നമ്മൾ ഒരു പോയിന്റിന്റെ മുകളിൽ നമ്മൾ ആസ്വദിച്ച് തുടങ്ങിയാലുണ്ടല്ലോ, പിന്നെ നല്ലത് പറഞ്ഞാൽ പോലും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. എനിക്കൊക്കെ പെരുമാസനെ പറയിപ്പിക്കാനായിട്ടെന്നൊക്കെ ഞാൻ അങ്ങനെ പറയുമ്പോൾ ഞാൻ ഇവൻ വീട്ടില് ഒന്നുകിൽ ഇവൻ കളക്ടർ ആയിരിക്കണം, നല്ലത് പറയുന്നവന്മാരെ വേണം അടുപ്പിക്കരുതെന്ന്. വിനീതിന്റെ പടത്തിൽ പോയി ഉള്ള ചാൻസ് കൂടെ ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല. ഈ ഒരു ചോദ്യം കൊണ്ട് അതും പോയി. പറയരുത് കഥ. എനിക്ക് കഥ പറഞ്ഞാൽ നമ്മൾക്കിടയിൽ ഒരു ആക്ടർ ഡയറക്ടർ ബന്ധമായി പോകും. എനിക്കത് വേണ്ട. ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ചായ് ടോക്സ് വിത്ത് എൻവി. ഇന്ന് 3 അതിഥികൾ നമ്മൾ ചോദിച്ചു ഐഡിയ എന്ന സിനിമയുടെ വിശേഷം പങ്കുവെക്കാൻ. നമസ്കാരം. പൊതുവേ നമ്മുടെ ഓൺലൈൻ മീഡിയയിലെ ഐശ്വര്യം എന്ന് പറയുന്ന ഒരു മുഖം ഉണ്ടെങ്കിൽ ധ്യാൻ ചേട്ടൻ എന്നാണ് പറയുന്നത്. ഐശ്വര്യമുള്ള മുഖം ധ്യാനൂട്ടന്റെ സ്മിനി ചേച്ചിയുടെ ധ്യാനൂട്ടൻ. ശരിക്കും ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ ശരിക്കും അങ്ങനെ ടോക്ക് ഉണ്ട്. ശരി, അങ്ങനെ കണ്ടായിരുന്നോ? ഇതൊന്നും അറിയുന്നില്ല. ഞാൻ ഇതൊക്കെ അറിയുന്നുണ്ട്, പക്ഷെ ഇതൊക്കെ എന്തിനാ അറിയുന്നുള്ള പറഞ്ഞിട്ട് നമുക്ക് വലിയ പ്രത്യേകിച്ചല്ലേ. ശരിക്കും നമ്മുടെ പുതിയ പടം ഐഡിയ അല്ലേ? ഐഡിയ ഇത് ഫേക്ക്. ശരിക്കും നമ്മൾ ഡയറക്ടർ എടുത്തെന്ന് പറഞ്ഞാൽ സംവിധായകനാണല്ലോ ഇതിൻ്റെയൊക്കെ ഇത്. ശരിക്കും എന്താണ് ഐഡിയ ഇത് ഫേക്ക്? ഫാമിലി അവരുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന ഒരു വിഷയം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ സോഷ്യൽ മീഡിയ നടക്കുന്ന ഒരുപാട് തട്ടിപ്പുകളുണ്ട്. ഇത് പക്ഷേ അതല്ല കാണിക്കുന്നത്. ശരിക്കും സോഷ്യൽ മീഡിയയിലെ ബിസിനസ്സുകൾ, അതായത് അഡൽട്ടായിട്ടുള്ള പല ആപ്പുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൽ അകപ്പെട്ടു പോകുന്ന ഒരു വിഷയം, അതിൽ ഭാര്യ അറിയാതെ ഹസ്ബൻഡ് അതിനെ നേരിടുന്നതും അതിന് വേണ്ടി പോരാടുന്നതും ആ വ്യക്തിയെ കണ്ടെത്തുന്നതുമാണ് ഇത് പ്രമേയം. പ്രത്യേകിച്ച് എടുത്തു പറയുന്നതിൻ്റെ ക്ലൈമാക്സ് ആണ്. സസ്പെൻസ് ആയ ഒരു ക്ലൈമാക്സ്. ഇതുവരെ ഒരു സിനിമയിൽ ഞാൻ ഇതുവരെ അങ്ങനൊരു ക്ലൈമാക്സ് വന്നിട്ടില്ല. അതിലാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഒരുപാട് എക്സ്പെക്ട്. സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ സ്വപ്നമാണല്ലോ. എൻ്റെ ഒരു ഫസ്റ്റ് സംരംഭമാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും സക്സസ്ഫുൾ ആവട്ടെ. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകുന്നിടത്തല്ലേ കാര്യല്ലേ? ഒരുപാട് തത്വം നന്നായോ? പെട്ടെന്ന് ഇത് ചായ അതിന്റെ ക്യാമറ ചായ ചായ കാപ്പിയല്ലേ? കാപ്പി അതിന്റെ പേരെന്താ? അറിയില്ല. അല്ല, എങ്ങനെയാണ് ധ്യാൻ ചേട്ടനെ കൺവിൻസ് ചെയ്തത്? അതാണ് എന്റെ ചോദ്യം. കൺവിൻസ് അല്ലേ ഈ ലോകത്ത് ഏറ്റവും എളുപ്പമാണ്. അല്ല, നോർമലി പറയാറുണ്ട് ധ്യാൻ ചേട്ടനൊന്ന് മുട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. സത്യം, ഞാൻ 2-3 ഫ്രണ്ട്സ് കഥ പറയാണ്ട് ധ്യാൻ ചേട്ടനായിട്ട് കഥ ഡിസ്കസ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു, ധ്യാൻ ചേട്ടൻ തിരക്കാണ്, ഫുൾ ബിസിയാണ് ആ മനുഷ്യൻ, വെറുതെ നീ ഡിസ്റ്റർബ് ചെയ്യാൻ. നീ ഇല്ലാത്ത ഓരോന്നും പറഞ്ഞു തന്നെ എന്റെ പടം ഇല്ലാണ്ടാക്കുമോ? ഇല്ലെങ്കിൽ വരുന്ന പടങ്ങൾ അത് കുറച്ച് പടങ്ങൾ ഇവനാണ് അപ്പം പറഞ്ഞിട്ടുണ്ടാക്കുന്നില്ല. എന്റെ എണ്ണം കുറെ. എല്ലാ വെള്ളിയാഴ്ച നോക്കിയാൽ ധ്യാൻ ചേട്ടന്റെ ഒരു പടം തിയേറ്ററിൽ ആണ്. സാധാരണ ഞാനിപ്പം ബാക്കപ്പ് വെക്കുന്നത് വെച്ചാൽ 10-15 ബാക്കപ്പ് വെക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് 2020 എനിക്കും കുറഞ്ഞു. ഞങ്ങൾ 2 പേർക്കും കുറഞ്ഞു. നീയാണ് ഇപ്പൊ പലരോടും പോയി പറയുന്നത് ഞാൻ തിരക്കാണ്. നമ്മള് തിരക്കുണ്ടെങ്കിൽ നമ്മള് കുത്തി കയറ്റും. ഒരു കാര്യം കറക്റ്റ്, തിരക്കാണ്, പക്ഷെ നമ്മൾ സമയം കണ്ടെത്തും. എല്ലാത്തിനും സമയം കണ്ടെത്താൻ അതൊരു വലിയ കഴിവാട്ടോ. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് പോയി ഡെഡിക്കേറ്റഡ് ആയി നിൽക്കാന്ന് പറയുന്നത് വലിയൊരു കഴിവാണ്. പക്ഷെ അത് ചോദിക്കാനുള്ള, നിങ്ങളെ 2 പേരും കാണുമ്പോൾ ഭയങ്കര രസമാണ്. നടന്നു വരുന്ന ഒരു അമ്മ മകൻ നടന്നവരൊരു ഭയങ്കര ഫണ്ണായിട്ടൊരു കോംബോ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ സ്ക്രീനിൽ ഇതുവരെ ആർക്കും തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല നിങ്ങളുടെ ആ ഒരു കോംബോ. തോന്നിയിട്ടുണ്ടോ? അതിപ്പോ നമ്മളെ വീട്ടിലെ അമ്മമാരൊക്കെ വിളിച്ച് അഭിനയിപ്പിക്കാൻ പറ്റില്ലല്ലോ നമ്മളെല്ലാരും കോംബോ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അല്ല, ഈ ഒരു കോംബോ വന്നു എന്റെ ഒരു ആഗ്രഹം. അല്ല, ഈ ഒരു കോംബോ പറഞ്ഞ ചേട്ടൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമുക്ക് ഭയങ്കര അടുത്തറിയുന്ന ആളുമായിട്ട് ഇപ്പൊ എനിക്ക് എന്നോട് അജുവായിട്ടൊരു കോംബോ വേണോ അല്ലെങ്കിൽ ഇതായിട്ട് വേണോ എന്നൊക്കെ എനിക്ക് നമുക്ക് മടുത്തു. നമ്മളൊരാളെ കണ്ട് തീർച്ചയായിട്ടും നമ്മള് ഭയങ്കര അടുത്ത് നിൽക്കുന്ന ആൾക്കാരായിട്ട് നമ്മൾ വീണ്ടും സ്ക്രീനിങ്ങനെ ഷെയർ ചെയ്യുന്നത് രസമില്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷെ എന്നാലും നമുക്കൊരു കൗതുകമൊന്നുമില്ലല്ലോ അതിനകത്ത്. അപ്പൊ ചില സമയത്ത് നമുക്ക് എനിക്കൊരു ആഗ്രഹമുണ്ട്. ആഗ്രഹം നല്ല കോംബോ. എനിക്കല്ല, ഇവിടെ എങ്ങനെ ഒരു അമ്മകനാണെന്നോ, ഒരു പക്ക വൈബായിട്ടുള്ള അമ്മയാവണമെന്നാണോ? അച്ഛൻ്റെ അമ്മ പോലെ, അതുപോലെ അമ്മയും. അതൊരു കോംബോ ഇല്ല, അങ്ങനെ ഒരു അടിപൊളി കോംബോ വരണം ഭയങ്കര. തീർച്ചയായും ഇത് കേൾക്കുന്ന ഏതൊരു സംവിധായകരുണ്ടെങ്കിൽ ആ കോംബോ വർക്കാവട്ടെ. ഞാനെ വിളിക്കുമായിരിക്കും, പക്ഷെ അമ്മ വേറെ ആയിരിക്കും. അങ്ങനെയാണ് ഞാൻ സമ്മതിക്കത്തില്ല. സമ്മതിക്കണ്ട. ഇല്ല.
ശരിക്കും ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും നമ്മുടെ കരിയോഗ്രാഫി ഇങ്ങനെ എനിക്ക് തോന്നുന്നു ജാൻ ചേട്ടനോടൊപ്പം മത്സരിക്കുന്ന ഒരു ആക്ടറിലെ ആക്ട്രസ് ഒക്കെ സ്മിനി ചേച്ചിയാണ്. എന്റെ അടുക്കളയിൽ നിന്നോട്ടോ, ഞാനോട്ടാണ് ഇനി പൈലറ്റൂടെ ഉള്ളു ചെയ്യാൻ. ഞാൻ അടുക്കളയിൽ പുറത്തിറങ്ങിട്ടെ ഏതൊരു ജഡ്ജിയുടെ ചേർന്ന് ചെയ്തു. കളക്ടറും അല്ല ഞാൻ പറയാം, വെള്ളിയാഴ്ചകൾ ഇപ്പൊ ധ്യാൻ ചേട്ടൻ ഇങ്ങനെ മുന്നേറി പോകണേ തൊട്ട് പുറകെ എല്ലാ വെള്ളിയാഴ്ചകളും പിടിക്കാനായിട്ട് മക്കളുടെ പുറകെ അല്ലേ അമ്മ ഉണ്ടാവും. അതും ജീവിതം എല്ലാവരും കണക്ട് ചെയ്ത് മക്കളെ പുറകെ അല്ലേ അമ്മ ഉണ്ടാവും. ശരിക്കും ഭയങ്കര രസമുണ്ട്. ഇപ്പോൾ കരിയറിൽ അങ്ങനെ പിടിച്ചിരിക്കാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഒരു ആക്ടർ ചേച്ചി തുടങ്ങിയ പോയിന്റിൽ നിന്ന് ഇന്നിപ്പോൾ വന്ന് നിൽക്കുന്ന പോയിന്റ് വരെ നോക്കുകയാണെങ്കിൽ തന്നെ ആളുകൾ എത്രയായിട്ട് ഇന്ററാക്ട് ചെയ്യുക, ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഒന്നും ഡിഫറെന്റ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾ ഞാൻ പറയാറുണ്ട് എപ്പോഴെങ്കിലും. അല്ല, എന്നോട് കുറേ ഡയറക്ടർമാർ ചില സിനിമകൾ വന്നിട്ട് ചേച്ചി ഇനി അമ്മ വേഷങ്ങൾ ചെയ്തിട്ട് ഞങ്ങളുടെ സിനിമയിൽ ഈ ഒരു കഥാപാത്രം ഒരു എക്സാമ്പിൾ വന്നത് തരാൻ വേണ്ടി ഉണ്ട്. ആ സിനിമ എന്ന് തുടങ്ങും എപ്പോഴാണ് എന്നൊന്നും നമുക്കറിയില്ല കഥാപാത്രം. പക്ഷെ നമുക്ക് കിട്ടുന്നത് നല്ല ഡയറക്ടറോടെ ആയിരിക്കാം, അല്ലെങ്കിൽ നടന്മാരുടെ അമ്മമാരായിട്ടായിരിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങൾ നമുക്ക് എപ്പോഴും അവസരങ്ങൾ നമ്മൾ തേടി വരത്തൊന്നുമില്ല. നമുക്ക് ചില സമയങ്ങളിൽ ചില ഹാമ്യമൂല ഓട്ടത്തിലെ പോലെ ഞാൻ എങ്ങനെയോ സിനിമയിലെത്തി ശ്രീനേട്ടൻ കാരണമെന്ന് തന്നെ ഞാൻ എപ്പോഴും പറയും. അപ്പം അങ്ങനെ എത്തിയ ഒരാൾക്ക് ചൂസ് ചെയ്യേണ്ട അവസരം ഇതില്ല. കിട്ടുന്നതിൽ എന്തെങ്കിലും വ്യത്യസ്തത കൊണ്ടുവരിക, എനിക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാൻ. ഇപ്പം ഇത് പറഞ്ഞിട്ട് ഒരു അന്വേഷണത്തിന് തുടക്കം ഒരു 3 മിനിറ്റ് പോലും ഇല്ല. പക്ഷെ അതിൽ ഞാൻ ചെയ്യാത്തൊരു കഥാപാത്രത്തെ അതിനെ എത്രയും നല്ലതാക്കി ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം വന്നത് ഇപ്പം ചെയ്തേക്കുന്നത് ഏറ്റവും കൂടുതലും ഈ അടുക്കള, അതിനകത്ത് പച്ചക്കറി മസ്റ്റാണ്. ജഡ്ജിയായിട്ടുള്ളതാണ് പച്ചക്കറി ഇല്ലാതെ ഞാൻ കണ്ടേക്കുന്നത്. അല്ല, അതേ പറഞ്ഞ അതേ ഉള്ളൂ ഇല്ലാത്തത്. ബാക്കി പക്ഷെ അങ്ങനെ ഞാൻ ഒരു സീനോട് വെച്ചിട്ട് അപ്പം ഇനി അങ്ങനെ സെലക്ട് ചെയ്യാൻ മാത്രം ഞാൻ വളർന്നിട്ടുമില്ല. പക്ഷെ അടുക്കള എന്ന് പറയുന്നത് സാറെ സ്ഥലമൊന്നുമല്ല. അല്ല, എല്ലാവരും പറയുമ്പം ശരിയാണ്. എനിക്ക് പ്രത്യേകിച്ച് ഓരോരുത്തരും ചോദിക്കും ചേച്ചി എന്നെ ടൈപ്പ് കാസ്റ്റ് ആവുന്ന ആ ഒരു. പക്ഷെ നമ്മള് എന്ന് വെച്ചിട്ട് ഇപ്പം ഇവിടുത്തെ കവിയൂർ പൊന്നമ്മ ചേച്ചി അല്ലെങ്കിൽ ഇവർക്ക് വർഷങ്ങളായിട്ട് എത്രയോ കാലങ്ങളായിട്ട് ലളിതാമ്മ, സുകുമാരി അമ്മ, അത് എളുപ്പമുള്ള ഒരേ തരം റോളുകളാണെങ്കിലും അതേ റോളുകൾ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ ശരിക്കും ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ അതിലെന്തെങ്കിലും വ്യത്യാസം കൊണ്ടുവന്നില്ലെങ്കിൽ ശരിക്കും ആൾക്കാർക്ക് ഭയങ്കര വിരസത ഉണ്ടാവില്ലേ, മടുപ്പില്ലേ. പ്രത്യേകിച്ച് ഒരേപോലത്തെ കഥാപാത്രം ചെയ്യുമ്പോഴാണ് ചെയ്യുന്ന ആൾക്കും മടുപ്പുണ്ടാവും, കാണുന്നവർക്കും മടുപ്പുണ്ടാവും. അത് ഇത്രയും കാലം അങ്ങനെ പിടിച്ചു ദൈവഭാഗ്യം. അത് ഞാനും ഇതിനെ പറഞ്ഞു, ദൈവഭാഗ്യം തന്നെ. ഓരോ സമയം ദൈവം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടെത്തോ, നമ്മളൊന്നും തേടി. ചിലവർ ഈ പറഞ്ഞ പോലെ പോലീസ് ചെയ്ത് പക്ഷെ അങ്ങനെ കൺവിൻസിങ് ആയിട്ട് കാലങ്ങളായിട്ട് പോലീസ് ചെയ്യാന്ന് പറയുന്നത് അത്ര പിന്നെ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റ് വിരലുണ്ടാവുന്ന കുറച്ച് ആൾക്കാർ ഒരു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഒരാളല്ലെങ്കിൽ മറ്റൊരാളുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളങ്ങനെ ചൂസ് ചെയ്യാറായിട്ടില്ല. ഒന്നുമില്ല, ഉള്ളത് കിട്ടുന്നത് നല്ലതാണ്. ഞാൻ പറയുന്നത് ഇപ്പൊ ഉള്ള അമ്മമാര് ഓരോ കാലത്ത് കുറച്ച് അമ്മമാരുണ്ടാവുമല്ലോ, അമ്മ കഥാപാത്രങ്ങളെന്ന്. അങ്ങനെയുള്ള അമ്മ കഥാപാത്രം ഫസ്റ്റ് ഓർമ്മ വരുന്ന മുഖം തീർച്ചയായിട്ടും അതിൽ വരുന്ന ടോപ്പ് 5 അമ്മമാരിൽ ടോപ്പ് 1 അമ്മയായിരിക്കും. തീർച്ചയായും പ്രേക്ഷകരുടെ ഉള്ളിൽ അങ്ങനെ ഒരു കഥാപാത്രം നിൽക്കാന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമില്ല. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.